ആശയറ്റ കണ്ണുകൾ കണ്ടെത്തി കനിവ് കാണിക്കുക എന്നതൊരു മഹത്തായ പ്രവൃത്തിയാണ്. ഇവരാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിലും പ്രാർത്ഥനയിലും ഇടം പിടിക്കുന്നത്. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. പ്രകൃതി ദുരന്തത്തിന് ശേഷം ഉദ്യോഗസ്ഥൻ അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. തകർന്നു വീണ ആ വീടിനടുത്തിരുന്ന് ഒരാൾ കരയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ തെരച്ചിലിനൊടുവിൽ അയാളുടെ മകളുടെ മൃതദേഹം കിട്ടി. ആ ശരീരത്തിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്തോളൂ, ഉദ്യോഗസ്ഥൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിതെല്ലാം എന്തിനാണ്? വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന ശരീരങ്ങളിൽ നിന്നും ഞാൻ സ്വന്തമാക്കിയതാണ് ഇവയെല്ലാം. അന്ന് അവരിൽ പലർക്കും ജീവനുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവരെയൊന്നും രക്ഷിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ന് എനിക്കിതൊന്നും ഉപകാരത്തിനില്ലാതായിരിക്കുന്നു. നിങ്ങൾ തന്നെ ഇതെല്ലാം എടുത്തോളൂ. അയാൾ ഭ്രാന്തനെ പോലെ അവിടെ നിന്നും ഓടിപ്പോയി. മറ്റുള്ളവരുടെ നിവർത്തികേടിനെ ചൂഷണം ചെയ്യുന്നവരെ നികൃഷ്ടജീവികൾ എന്നേ വിളിക്കാനാകൂ. പ്രതീക്ഷയുടെ അവസാന നാളവും കെടുത്തുമ്പോൾ അവർ ദുരന്തത്തിൽപ്പെട്ടവരുടെ അവസാന ശ്വാസത്തിനു പോലും വിലയിടുകയാണ്. വിജനസ്ഥലത്ത് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, മരുഭൂമിയിൽ ഒരു ഉറവ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നാളം കാണുമ്പോൾ, അതാഗ്രഹിച്ചു നടക്കുന്നവരുടെ ഉള്ളിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു പ്രതീക്ഷയുണരും. രക്ഷിക്കണേ എന്ന് കൈനീട്ടുമ്പോൾ രണ്ടാം ജന്മത്തിലേക്കുള്ള ഒരു വാതിലുകളാണ് അവരുടെ മനസ്സിൽ. ആശയറ്റ കണ്ണുകൾ കണ്ടെത്തി കനിവ് കാണിക്കുക എന്നതിൽ പരം മഹത്വം എന്താണുള്ളത്? തീർന്നെന്ന് തോന്നിയിടത്തു നിന്ന് തിരിച്ചു വരാൻ കാരണക്കാരായവരെ ആരാണ് മറക്കുക? മനുഷ്യനെ ഉണർത്തുന്നവരാണ് അവർ. മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ സ്ഥാനം പിടിക്കുന്നവർ, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നവർ. അവരായി തീരാൻ നമുക്കും സാധിക്കട്ടെ. ശുഭദിനം.